ബാങ്കിൻ്റെയും ഇക്കാമത്തിൻ്റെയും ഇടയിൽ ഖുർആൻ ഓതുന്നത് സുന്നത്താണോ എന്നാണ് ഷെയ്ഖ് ബിൻ ബാസ് റഹിമുള്ളയോട് ചോദിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, അൽ അംറു ഫി ഹാദാ വാസിഅ, ഈ വിഷയം വിശാലമായ വിഷയമാണ്. ഇൻ ഖറഅ ഫലാ ബഅസ്, ഓതുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. വഇൻ ജലസ യൻതദിറു വയദ്ഉ ഫലാ ബഅസ്, നിസ്കാരത്തെ പ്രതീക്ഷിച്ച് ദുആ ചെയ്യുകയാണെങ്കിലും യാതൊരു കുഴപ്പമില്ല, എന്തുവാണെങ്കിലും ചെയ്യാം. പക്ഷേ ഖുർആൻ ഓതുന്ന ആൾ ശ്രദ്ധിക്കേണ്ട പ്രത്യേക കാര്യം എന്താണ്? തൊട്ടടുത്ത ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന, തൊട്ടടുത്ത് വന്ന് വേറെ ചില ആൾക്കാർ സുന്നത്ത് നിസ്കരിക്കുന്നുണ്ടാകും, വേറെ ചില ആൾക്കാർ ഓതുന്നുണ്ടാകും, അങ്ങനെയുള്ള ആൾക്കുണ്ട്. അപ്പോൾ അവരൊക്കെ ബുദ്ധിമുട്ടിക്കുന്ന രൂപത്തിൽ ഒച്ചത്തിൽ ഓതാൻ പാടില്ല. അപ്പോൾ നമ്മൾ മസ്ജിദിൽ ആൾക്കാരുള്ള സ്ഥലത്ത് ഓതുമ്പോൾ എപ്പോഴും നമ്മൾ കേൾക്കേണ്ട അത്ര ഒച്ചത്തിൽ മാത്രം ഓതിയാൽ മതി. അതെ, നമ്മൾ കേൾക്കാം. മറ്റുള്ളവൻ്റെ ചെയ്തിട്ട് അപ്പുറത്ത് ഓതുന്നവന് ചിലപ്പോൾ എന്താ, നമ്മൾ ഒച്ചത്തിൽ ഓതി ഓൻ്റെ ഓന് തപ്പിപ്പോവും. ചില ആളുകൾക്ക് വേറെ ഒത്ത് കേട്ടതിന് അവർക്ക് ഓതാൻ കഴിയില്ല. അല്ലെങ്കിൽ നിസ്കാരത്തിൽ തീരെ ഓതാൻ പാടില്ല. വേറൊരാൾ സുന്നത്ത് നിസ്കരിക്കുകയാണ്, നമ്മൾ ഒച്ചത്തിൽ ഓതാൻ പാടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ചെറിയ ഒച്ചയിൽ നമ്മൾ ഓതുക. നമ്മൾ ചുണ്ടനങ്ങുക എന്നത് തന്നെ മതിയായതാണ്. ചുണ്ടനങ്ങുക എന്ന് മതി. എന്നാൽ ചുണ്ടനങ്ങാതെ ആരെങ്കിലും ഓതുന്നുണ്ടെങ്കിൽ അത് ഓത്തായിട്ട് പരിഗണിക്കുകയില്ല, പ്രതിഫലാർഹമാകുകയില്ല. ചുണ്ടനങ്ങിയാൽ മതി. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇങ്ങനെയാണ് പണ്ഡിതന്മാർ ആ വിഷയത്തിൽ ഫത്വ കൊടുത്തിട്ടുള്ളത്.